ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. ഞാൻ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇന്ന് എന്ത് ഉണ്ണികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇന്നലെ കുറച്ച് ജീരകം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ നമ്മൾ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ വെച്ച് ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ വിളിക്കാൻ പോയില്ല. അമ്മ കുറച്ച് നേരം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കാലത്ത് അമ്മ എന്നേക്കാൾ മുന്നേ അമ്മ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. ഇന്ന് അമ്മേനെ ഞാൻ അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ട് പതുക്കെ അടുക്കളയത്തെ ലൈറ്റ് മാത്രം ഇട്ടിട്ട് വാതിലടച്ചിട്ട് ഞാൻ അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണികൾക്ക് അപ്പം ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുട്ടി ദോശ ഉണ്ടാക്കി കേട്ടോ. പിന്നെ അവർക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് എന്ന് വെച്ചാൽ കുഞ്ഞുപ്പാൻ്റെയും കുഞ്ഞാറ്റും ഫേവറേറ്റ് ആണ് കേട്ടോ. ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. കുറേ എടുത്ത് ഓറഞ്ച് കഴിക്കും, അങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ട് ഇഷ്ടമായതുകൊണ്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു ഓറഞ്ചിൻ്റെ അടിഭാഗം എന്തോ ഒരു ചീഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതിന് അതെന്തൊരു കളറ് സുഖമില്ലായ്മ തോന്നി. അപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ട് വേറെ ഓറഞ്ച് എടുത്തിട്ട് അത് റെഡിയാക്കി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ മറിച്ചിടാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഉണ്ണികൾക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ള സമയത്ത് അവർക്ക് കുറേ നോട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നോട്ട് എഴുതാൻ കുറേ ഉണ്ട്. ഇപ്പോൾ റെഗുലർ സ്കൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇവരുടെ കൂടെ തന്നെ ഇവരുടെ നോട്ടിക്ക് എഴുതി കൊടുക്കേണ്ട അവസ്ഥയായിട്ടോ. അപ്പോൾ 11 മണി വരേക്ക് നോട്ട് എഴുതും. വീക്കെൻഡ് ആണെങ്കിലും മുടക്കുള്ള സമയത്താണെങ്കിലും കുറേ ഉണ്ടാവും എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല ഇത്തിരി ബിസിയാണ് കേട്ടോ. ഇനിയിപ്പോൾ 1 വീക്ക് ഇതിക്കും വരുന്നുണ്ടല്ലോ, ഹോളിഡേക്കും വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നോട്ടും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി പിന്നെ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ബാക്ക് ടു നോർമലായിട്ട് പോകാമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യലാണ് എൻ്റെ വീക്ക് ഡേയ്സിലത്തെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദോശയ്ക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് പാക്ക് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. പാക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ ഉണ്ണികളുടെ വാട്ടർ ബോട്ടിൽ വാട്ടറിലേക്ക് ആക്കി വെച്ചു. പിന്നെ കാലത്ത് ഉണ്ണികൾക്ക് കുടിച്ചു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് വേഗം തിളപ്പിച്ച് അത് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ 5 മണിക്കായപ്പോൾ ഞാൻ കുഞ്ഞുപാറുവിനും കുഞ്ഞാറ്റനെയും വിളിച്ചു കേട്ടോ. ഒറ്റ വിളിക്കുമ്പോഴേക്കും എഴുന്നേൽക്കും കേട്ടോ. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കും രണ്ടാളും. പിന്നെ എഴുന്നേറ്റ് ആ പല്ല് തേക്കണ വരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ ഉഷാറായിക്കോളും കേട്ടോ. ഞാൻ കുഞ്ഞിപ്പാറുവിനൊന്ന് എടുത്ത് അവളൊന്ന് സെറ്റാക്കി അവളെ വാഷ്റൂമിൽ പല്ലേക്കാൻ വേണ്ടി വിട്ടതിന് ശേഷം കുഞ്ഞാറ്റനെ വിളിച്ചു കേട്ടോ. കുഞ്ഞാറ്റ അപ്പോഴേക്കും നല്ല കുട്ടിയായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പാറു പല്ലേച്ച് തുടങ്ങി. അമ്മയാണെങ്കിൽ ഉണ്ണികൾക്ക് പാലിൽ ബൂസ്റ്റിക്ക് ഇട്ടിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉണ്ണികൾ രണ്ടാളും ഫ്രഷായി വന്നു കേട്ടോ. ചേട്ടന് 6:30ക്കാണ് പോവുക. അപ്പം എനിക്ക് എന്തായാലും 8 മണിക്കല്ല. അപ്പം ഞാൻ എന്തായാലും ചേട്ടനോട് ആ ടൈം വരെ കിടന്നുറങ്ങിക്കോന്ന് പറയും. ക്ഷീണം ഉണ്ടാവില്ല, അത് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും ഉണ്ണികൾ കുളിക്കും കഴിഞ്ഞാൽ ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി അവരെ യൂണിഫോമിക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അമ്മ ഉണ്ണികൾക്ക് പാല് കൊടുക്കാണ് കേട്ടോ. അതിന് ശേഷം രണ്ടാളുടെ മുടിക്ക് നല്ല പോലെ കോമ്പ് ചെയ്ത് സുന്ദരി കുട്ടികളാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞാറ്റരെ ഷൂ ഇട്ട് കൊടുക്കാണ്. അമ്മ ഉറക്കപ്പിച്ച് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. ഒത്തിരി ഇത് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉഷാർ കുറവുണ്ട് കേട്ടോ രണ്ടാൾക്കും. അപ്പോൾ 5:45 എഴുന്നേറ്റ് പോകണമല്ലോ. അത് ഉണ്ണികളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുഞ്ഞാറ്റയുടെ മുടിക്കും കെട്ടി കൊടുക്കുകയാണ്. കുഞ്ഞാറ്റ എൻ്റെ ഇടയിൽ 1-2 കൂട്ടുവായിക്ക് ഇടുന്നുണ്ട് കേട്ടോ. കുഞ്ഞാറ്റേനെ സുന്ദരി കുട്ടിയാക്കി അമ്മ അപ്പോഴേക്കും ഉണ്ണികളുടെ ID കാർഡ് എടുത്തോളൂ കേട്ടോ. അവർക്ക് ID കാർഡ് പെർമനൻ്റ് ആയിട്ടുള്ളത് കിട്ടിയില്ല. ഇത് ടെമ്പററി ID കാർഡാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കി കൊടുത്താണ്. ആ ID കാർഡൊക്കെ ഇട്ടിട്ട് ഉണ്ണികൾ രണ്ടാളും പൂജാമുറി പോയി സ്വാമീനിക്കും തൊഴുതു കേട്ടോ. അതിനുശേഷം അച്ഛനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും അച്ഛനോട് ഉമ്മയ്ക്കും കൊടുത്തിട്ട് അച്ഛൻ പോയിട്ട് വരാമെന്നേക്കും പറഞ്ഞു കേട്ടോ. അച്ഛൻ എഴുന്നേറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവർ പോയതിൻ്റെ പിന്നാലെ തന്നെ ചേട്ടൻ എഴുന്നേറ്റ് ഇനി വാഷ്റൂമിൽ പോകണം. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് ഉണ്ണികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ എഴുന്നേറ്റ് കുളിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഉണ്ണികൾ രണ്ടാളും ഉഷാറായിട്ടുണ്ട് കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് അമ്മാമ്മയ്ക്ക് ഉമ്മയ്ക്കും കൊടുത്തു, എനിക്കും ഉമ്മയ്ക്കും തന്നു. അതിനുശേഷം സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കാണ് കേട്ടോ. പറഞ്ഞ് തീരും മുന്നേ തന്നെ സ്കൂൾ ബസ് വന്നു. നമുക്ക് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യണം. ഈ സമയം കൊണ്ട് വണ്ടികൾ അധികമൊന്നുമില്ല. എന്നാലും ഞാൻ 2 ഭാഗം നോക്കി വേഗം റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ ഉണ്ണികളെ ബസ്സിൽ കയറ്റിയിട്ടോ. അങ്ങനെ സ്കൂൾ ബസ്സിൽ കയറി അവർക്ക് ടാറ്റയ്ക്കും പറഞ്ഞ് സ്കൂളിൽ പോണ ആ ഒരു ടൈം എല്ലാ പാരൻസിനും അറിയാമല്ലോ. ആ ഒരു ടൈമാണ് അങ്ങനെ ചടുപിടുന്നതിനെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസമായിട്ടോ. ഇനി പോയിട്ട് ചേട്ടനുള്ള റെഡി ആക്കണം കേട്ടോ. ചേട്ടന് ഒരു 6:30 പോകണമല്ലോ. ചേട്ടൻ ഇപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കും വാഷ്റൂമിൽ കുളിക്കാൻ കയറിയിട്ടുണ്ടാവും. ഇനി ചേട്ടനുള്ള ഫുഡിക്ക് റെഡി ആക്കണം. അല്ല, തണുത്ത കാറ്റുണ്ടല്ലോ അമ്മ. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഈ ടൈമിൽ നടക്കാം. നമുക്ക് ചേട്ടൻ പോയിട്ട് നടക്കാം. ഷേപ്പിലൊരു പൂ
കൊളാമ്പിയിലെ വേറെ പൂവല്ലേ ഇതിട്ടാണാവോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. പുണ്യൾക്ക് ഞാൻ കുഞ്ഞ് കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇത് ദേ ചേട്ടനുള്ള ദോശ അമ്മ ഉണ്ടാക്കാണ്. ചേട്ടനപ്പോൾ ദേ കുളിക്കും കഴിഞ്ഞ് റെഡിയായിട്ട് മീനുകൾക്ക് തീറ്റയ്ക്കും കൊടുത്തു. എന്നിട്ട് ചായ കുടിച്ചു. അതിനുശേഷം ദേ ചേട്ടനും ഇറങ്ങാറായിട്ടു. അറിയായിപ്പോൾ ചേട്ടനും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ചേട്ടനും ഇറങ്ങി. ഞാനും മമ്മി അതിനുശേഷം നടക്കാൻ പോണേക്കാൾ മുന്നേ തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു കേട്ടോ. അപ്പോൾ നടന്നു പോയി വരുമ്പോഴേക്കും അത് അലക്കി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് ഞാനും അമ്മയും നടക്കാൻ പോയിട്ട് ഒരു അരമണിക്കൂറാണ് കേട്ടോ നടക്കുക. 6:30 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 7 മണി വരെ നമ്മളൊന്ന് നടന്നു കേട്ടോ. അതിനുശേഷം ഞാനും റെഡിയായി ഓഫീസിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.